2 Korinthi 11:3-4 വായിച്ചാട്ട്. दूसरा Korinthi 11:3 और 4. 2 Korinthi 11:3-4. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറെ ഒരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ചൊവ്വാഴ്ച മുതൽ ഇതുവരെ നിന്റെ വചനം ഞങ്ങൾക്ക് പഠിക്കുവാൻ നീ കൃപ തന്നല്ലോ. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളുടെ അധ്യാപകനായിരുന്ന ഞങ്ങളെ പഠിപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം. പഠിച്ച വചനങ്ങൾ ഓർമ്മയിലിരിപ്പാൻ കൃപ നൽകണമേ. ഇന്ന് രാത്രിയിൽ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആരുടെയെങ്കിലും ഹൃദയം ദൈവവചനം ഗ്രഹിപ്പാൻ തടസ്സമായി ഈ ലോകത്തിലെ ദൈവം ആ ഹൃദയത്തെ കുരുടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹൃദയങ്ങൾ കർത്താവേ നിന്റെ നാമത്തിൽ തുറക്കപ്പെടുമാറാകട്ടെ. അവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെട്ടിട്ട് നിന്റെ വചനം ഗ്രഹിപ്പാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിക്കുവാൻ വിവാഹം നിശ്ചയം. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചോദിച്ച പോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പോൾ ആ കാലത്ത് കർത്താവിൻ്റെ ദാസന്മാർ വിശ്വാസികളെ പഠിപ്പിച്ചിരുന്നത് വേറൊരു സുവിശേഷമോ വേറൊന്ന് കൊണ്ടുവന്നാൽ നിങ്ങളത് സ്വീകരിക്കരുത് എന്നവരെ വളരെ കർശനമായി പഠിപ്പിച്ചിരുന്നു. ഇവിടെ പറയുന്ന വേറൊരു സുവിശേഷം, വേറൊരു യേശു, വേറെ ആത്മാവ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് ഒന്നുകൂടെ വിവരണമായിട്ട് എഴുതിയിട്ടുണ്ട്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6, 7, 8 വായിച്ചാട്ട്. ഗലാത്യൻ പത്രി 1:6-7-8. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പ്രിയമുള്ളവരെ, ഈ യഥാർത്ഥ സുവിശേഷത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുവാനുള്ള ദുഷ്ടന്റെ ശക്തി പ്രവൃത്തി ആരംഭകാലം മുതലേ ഉണ്ട്. അതുകൊണ്ട് പത്രോസ് ആ കാലത്ത് പൗലോസും പത്രോസും എല്ലാ സഭകൾക്കും നല്ല ഉപദേശം കൊടുത്തിരുന്നു. 2 Korinthi 11-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെ കൂടെ വായിച്ചാട്ട്. 2 Korinthi 11:13 മുതൽ 15 വരെ ഇവിടെ വായിച്ചാൽ. दूसरा Korinthi 11:13-15. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള കള്ള അപ്പോസ്തലന്മാർ, ഞാൻ നിങ്ങളോട് ഇവിടെ വന്നതിന് ശേഷം നിർമ്മലമായ സുവിശേഷം അറിയിച്ചു. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ മനസാക്ഷിയിൽ ഒരു പ്രാഗൽഭ്യം ഉണ്ടാകണം. പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് പ്രയോജനമായതൊന്നും മറച്ചു വെച്ചില്ല. ഞാനിവിടുന്ന് പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു സന്തോഷം, ഒരു തൃപ്തി ഉണ്ടാകണം. എൻ്റെ കർത്താവേ, കുന്നംകുളത്തുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി നീ ഏൽപ്പിച്ച വചനം അറിയിപ്പാൻ നീ എനിക്ക് ഭാഗ്യം തന്നല്ലോ, അതിലൊന്നും ഞാൻ മറച്ചു വെച്ചില്ലല്ലോ എന്നുള്ള സന്തോഷം. എനിക്ക് ആരോടും വൈരാഗ്യമില്ല. സുരേഷ് ബാബു എന്ന സഹോദരനോട് എനിക്ക് അല്പം പോലും വൈരാഗ്യമില്ല. എന്നാൽ തെറ്റായത് പറയുമ്പോൾ ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്നുവല്ലോ, യഥാർത്ഥ മാർഗത്തിൽ ജനങ്ങൾ തെറ്റിത്തിരിയുന്നല്ലോ. എങ്ങനെയാണ്? നിങ്ങൾ വിചാരിക്കും അങ്ങനെ രോഗികൾ സൗഖ്യമായാൽ സഭയിൽ ആത്മാക്കൾ വർദ്ധിക്കുമെന്ന്. പ്രിയമുള്ളവരെ, രോഗസൗഖ്യത്താലല്ല ആത്മാക്കൾ വരേണ്ടത്. രോഗസൗഖ്യത്താൽ വന്നാൽ അവർ നിലനിൽക്കയില്ല. ഞാൻ പാപി എന്ന് മനസാക്ഷിയിൽ കുത്തുകൊണ്ടിട്ട്
സഹോദരന്മാരെ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയുന്ന അങ്ങനെ വീണ്ടും ജനിച്ചവർ മാത്രമേ ദൈവമക്കളാകുന്നുള്ളൂ. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിച്ചാൽ ദൈവമക്കളാകാൻ കഴിയുകയില്ല. എന്നാൽ ഞാൻ പാപിയാണ്, എനിക്ക് എൻ്റെ പാപത്തിൽ നിന്ന് എനിക്ക് വിടുതൽ പ്രാപിക്കണം. പാപബോധമുണ്ടാക്കുന്ന പ്രസംഗമാണ് വേണ്ടത്, രോഗസൗഖ്യത്തിൻ്റെ പ്രസംഗമല്ല വേണ്ടത്. പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ പാപബോധത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? പത്രോസിന് പ്രസംഗിക്കാമായിരുന്നു, നിങ്ങൾ ക്രൂശിച്ച യേശുവിൻ്റെ നാമത്തിൽ രോഗികളെ കൊണ്ടുവരികയും ഞാൻ എല്ലാവരെയും സൗഖ്യമാക്കി കാണിച്ചു തരാം. രോഗസൗഖ്യത്തിൻ്റെ ഒരു വാക്കുപോലും പറഞ്ഞില്ല. നിങ്ങൾ ക്രൂശിച്ച് അവിടെ പാപത്തെ, അവിടെ മനസ്സാക്ഷിയെ കുത്തുന്ന പ്രസംഗമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? പൗലോസിന്റെ പ്രസംഗവും അതുപോലെ തന്നെ. സ്തെഫാനോസിന്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചാട്ട്, അതിനകത്ത് രോഗസൗഖ്യം അല്പം പോലുമില്ല. രോഗസൗഖ്യത്താൽ അല്ല ആളുകൾ ക്രിസ്തുവിൽ വരേണ്ടത്. ഞങ്ങൾ വടക്കേണ്ടിൽ എത്ര ആളുകൾക്ക് മരിച്ചവർ 5 സ്ഥലങ്ങളിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റെടുത്ത് ആ മരിച്ച ഉയർത്തെഴുന്നേറ്റ പെൺകുട്ടി ഇന്ന് കർത്താവിൻ്റെ വേലയുണ്ട്. അവളുടെ അമ്മയും സഹോദരന്മാരും ഇന്നും കർത്താവിൽ വന്നിട്ടില്ല. അപ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് കൊണ്ടല്ല കാര്യം നടക്കുന്നത്, അത്ഭുതങ്ങളാലും അടയാളങ്ങളുമല്ല. കർത്താവിൻ്റെ ഭവനത്തിൽ ജനിക്കണമെങ്കിൽ ഞാൻ പാപി, എനിക്ക് രക്ഷകൻ വേണം, ഞാൻ നരകത്തിലേക്ക് പോകുന്നു. ഇത് മാത്രമാണ്. നിങ്ങൾ വിചാരിക്കും സുരേഷ് ബാബു സഹോദരൻ വന്ന് കുറച്ച് രോഗികളെ സൗഖ്യമാക്കിയാൽ സഭയിൽ എണ്ണം കൂടും. തീർച്ചയാണ്. എന്നാൽ ഒരുത്തരും സ്വർഗത്തിൽ പോവുകയില്ല. ദശാംശം കിട്ടും, കൂടുതൽ പണം കിട്ടും, നിങ്ങളുടെ സഭയുടെ കാര്യങ്ങളൊക്കെ നടക്കും, വലിയ ആൾക്കൂട്ടം ഉണ്ടാകും. എന്നാൽ അതിലെത്ര പേര് സ്വർഗത്തിൽ പോകും എന്നുള്ളത് കാണുമ്പോഴറിയാം. അതുകൊണ്ട് ഇത് വരുന്നത് കൊണ്ടുള്ള കുഴപ്പം എന്താണ്? ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ നിറവോളം നിറയണമെന്നുള്ള ആഗ്രഹം കുറഞ്ഞു പോകുന്നു. ക്രിസ്തു എന്ന തലയോളം വളരണമെന്നുള്ള ആഗ്രഹം നിറഞ്ഞു പോകുന്നു. സ്വർഗീയമായതിനു പകരം ഭൗതികമായതിനെ ചിന്തിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തി 20:28 മുതൽ 31 വരെ ഒന്ന് വായിച്ചാട്ട്. അപ്പോസ്തല പ്രവൃത്തി 20:28 മുതൽ 31 വരെ ഒന്ന് വായിച്ചാട്ട്. Acts of Apostles chapter 20 verse 28 to 31. അപ്പോസ്തല പ്രവൃത്തി 28 മുതൽ 31 വരെ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ അടുക്കൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. പ്രിയമുള്ളവരെ, ദൈവസഭയെക്കുറിച്ച് ഭാരത്തോടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനെ വിപരീതദോഷം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. പ്രിയമുള്ളവരെ, ഇന്ന് RSSകാരും ശിവസേനക്കാരും ചെയ്യുന്നതിനേക്കാൾ എത്രയോ അഗാധമായ മുറിവാണ് ഈ രോഗശാന്തിയും വിടുതലുകാരും കൂടെ ദൈവസഭയിൽ വരുത്തി വയ്ക്കുന്നത്. വിടുതലുകാരെന്ന് പറഞ്ഞു വന്ന് യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകാർ ദൈവസഭയിൽ വരുത്തി വയ്ക്കുന്ന നാശം എന്ന് പറയുന്നത് RSSകാരി ശിവസേനക്കാരി ചെയ്യുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ്. ദൈവമക്കൾ യാത്രക്കാരായിരുന്ന് പാളയത്തിനു പുറത്ത് കഷ്ടം സഹിച്ചുകൊണ്ട് ഓരോരുത്തരവരുടെ ക്രൂശാകുന്ന കഷ്ടങ്ങൾ വഹിച്ചുകൊണ്ട് അവരവരുടെ ഗോൽഗോത്തായിലെത്തി യാത്ര തീർക്കേണ്ടതിന് പകരം എല്ലാവരെയും അകത്ത് സന്തോഷിപ്പിക്കുന്ന സുവിശേഷമാണിന്ന്. പാളയത്തിനകത്ത് സന്തോഷിച്ച് നമുക്കങ്ങ് ജീവിക്കാം, പാട്ടും പാടി ആദരിച്ച്. അല്ല, ഓരോരുത്തരുടെയും ദൈവവചനം കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും പാളയം എന്ന് പറഞ്ഞാൽ ആ കാലത്ത്
വലിയ വലിയ പട്ടണങ്ങളിലുള്ളപ്പോൾ എന്ന് പറയുന്നത് ആളുകളെല്ലാം മതിൽ കെട്ടിയ പട്ടണത്തിനകത്താണ് പാർക്കുന്നത്. അതിനാ പാളയം എന്ന് പറയുന്നത്. പുറത്ത് ആളുകൾ ആരും പാർക്കയില്ല, കൃഷിയെല്ലാം ചെയ്തിട്ട് അകത്ത് പോകും. പാളയത്തിന് പുറത്ത് അന്ന് ഈ ഫ്ലഷ് ഔട്ട് ലാട്രിനൊന്നുമില്ല. മലവും മൂത്രവും ചത്ത പട്ടിയും കുപ്പിമുറിയും ഒക്കെ ആയിരിക്കും പാളയത്തിന് പുറത്ത് കിടക്കുന്നത്. പാളയത്തിനകത്താണ് സുഖമായ ജീവിതം. ഇന്ന് സഭയെല്ലാം പാളയത്തിനകത്ത് സന്തോഷിപ്പിക്കുകയാണ്. ഉണർവ് യോഗം നടത്തുന്നു, അത് നടത്തുന്നു. ആത്മാവിൽ ഏത് ആത്മാവാണെന്ന് പോലും അറിഞ്ഞുകൂടാ, ബഹളം നടത്തുന്നു, വലിയ ഉണർവാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. നിന്നയും ചുമന്നുകൊണ്ട് പൗലോസ് പറയുന്നത്, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമല്ലല്ലോ, നമ്മുടെ പാളയത്തിന് പുറത്ത് കഷ്ടമേറ്റ് യേശുവിൻ്റെ അടുക്കലേക്ക് പോകാം. പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കലേക്ക് വായിച്ചാട്ട്. എബ്രായലേഖനം 13-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങളാണ് തോന്നുന്നു. വായിച്ചാട്ട് എബ്രായലേഖനം 13-ാം അധ്യായത്തിൻ്റെ 12, 13, 14 വായിച്ചാൽ. എബ്രാനി 13 12 14. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. യേശു പാളയത്തിനകത്തല്ല പ്രിയമുള്ളവരെ, യേശു പാളയത്തിന് പുറത്ത്. നമുക്ക് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലാം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ സത്യോപദേശം കിട്ടുന്നു. പാളയത്തിനകത്ത് നിന്ന് പുറത്തു വരുവാൻ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് എനിക്ക് പൂർണ്ണത പ്രാപിക്കണം, എൻ്റെ യേശുവിനെ പോലെ ആകണം. ഞാൻ പറയും, നമ്മൾക്ക് അവൻ്റെ മക്കളായി തീരുവാൻ ഭാഗ്യം ലഭിച്ചു. നമ്മൾ അവൻ്റെ ഏക ശരീരസ്ഥരായി തീരണം. കർത്താവേ, എൻ്റെ ഈ ലോക ആഗ്രഹങ്ങളെല്ലാം വിട്ടിട്ട്, ഞാൻ എൻ്റേത് എന്നുള്ളത് വിട്ടിട്ട് നിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീരുവാൻ എന്നെ ഒരുക്കണമേ കർത്താവേ. ഞാൻ എൻ്റേതെന്നുള്ളതൊക്കെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീരുവാൻ കഴിയുകയുള്ളൂ. ഞാനെന്നുള്ളതും എൻ്റേതുള്ളതും എനിക്കെന്നുള്ളതുമെല്ലാം മാറ്റി നമുക്ക് നമ്മുടേത് എന്നുള്ളത് വരുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീരുന്നു. അങ്ങനെ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സകല നിറവോളം നിറയണം. അതിനുവേണ്ടി നമുക്ക് പരീക്ഷകൾ വരുന്നുണ്ട്. 1 പത്രോസ് 4:12-13 വായിച്ചാൽ. 1 പത്രോസ് 4:12-13. പല പത്രോസ് 4 12 13. അത് നമുക്ക് പരീക്ഷകൾ വരുമ്പോൾ അതെങ്ങനെ നമുക്ക് നേരിടാം. വായിച്ചാൽ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. ഈ പരിശോധനയിൽ എങ്ങനെയാ സന്തോഷിക്കുന്നത്? അഗ്നി ചൂളയിൽ എങ്ങനെയാ സന്തോഷിക്കുന്നത്? ഇവിടെ പറഞ്ഞിരുന്ന അഗ്നിചൂളയിൽ സൈക്കോളജിയാണോ? വേദന വരുന്നു, കുഞ്ഞു മരിക്കാൻ തുടങ്ങുന്നു, ഭർത്താവിൻ്റെ ദീനം കൂടുന്നു, മറ്റുള്ളവർ വസ്തുക്കൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, കടയിൽ എല്ലാ വിധത്തിലും എവിടെ നോക്കിയാലും നാശം. അന്നേരം എങ്ങനെയാണ് സന്തോഷിക്കുന്നത്? അതിനാണ് പരിശുദ്ധാത്മാവിൽ കൂടെയുള്ളതായ സഹായം തേടി നാം പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14:16 വായിച്ചാട്ട്. യോഹന്നാന്റെ സുവിശേഷം 14:16. ജോൺ 14:16. യൂഹന്ന 14:16 വായിച്ചാട്ട്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. സത്യത്തെ ആത്മാവെന്ന വേറൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കുന്നതിന് തരും. അതിന് ആ കാര്യസ്ഥൻ എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ കംഫോർട്ടർ, നമ്മുടെ ആശ്വാസദായകൻ, പരിശുദ്ധാത്മാവ്, കംഫോർട്ടർ, നമ്മളെ ആശ്വസിപ്പിക്കുക. ഞാൻ പറഞ്ഞു, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറഞ്ഞൊരുവാൻ നമുക്ക് വളരെ പ്രതികൂലങ്ങളുടെ പരീക്ഷയ്ക്കായി വരുന്ന അഗ്നിശോധന കൂടെ കടന്നു പോകണം. കടന്നു പോകുമ്പോൾ സന്തോഷിക്കാൻ എങ്ങനെ കഴിയും? പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ, പരിശുദ്ധാത്മാവ് തരുന്ന ആശ്വാസത്താലാണ് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്നത്. റോമാലേഖനം 14:17 വായിച്ചാൽ. റോമാലേഖനം 14:17 നിങ്ങൾക്കറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ്. റോമൻസ് 14:17. റോമി 14:17 വായിച്ചാൽ. നിങ്ങളുടെ റോമാലേഖനം
14:17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, ദൈവരാജ്യം ഭക്ഷണമോ പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ഞാൻ പറഞ്ഞു, അഗ്നിശോധന നിങ്ങളുടെ പരീക്ഷയ്ക്കായി ഭൗതിക നമ്മിലുള്ളതായ ഞാൻ എൻ്റേത് എന്നുള്ളത് മാറിയിട്ട് മാത്രമേ ദൈവത്തിൻ്റെ സകല നിറവോളം നമുക്ക് നിറഞ്ഞു വരുവാൻ കഴിയുകയുള്ളൂ, ക്രിസ്തു എന്ന തലയോളം വളരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതിന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മൾക്ക് തീച്ചൂളയിൽ കൂടെ കടന്നു പോകണം. വെള്ളി ശോധന ചെയ്യുന്നത് പോലെ അത് തീച്ചൂള ചൂടുള്ളതാണ്. ഞാൻ ഓർപ്പിച്ചു, കർത്താവിൻ്റെ കരത്തിലിരുന്നുകൊണ്ടാണ് നാം തീച്ചൂളയിൽ കൂടെ പോകുന്നത്. അപ്പോൾ വേദന വരുമ്പോൾ നാം സന്തോഷിക്കുന്നത് എങ്ങനെ? അതിനാണ് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത് ഈ മീറ്റിംഗ് നടക്കുമ്പോൾ കൈകൊട്ടി സന്തോഷിക്കും ആരാധിക്കുന്നതല്ല, എപ്പോഴും ആ സന്തോഷത്തിൻ്റെ ഉറവ നമ്മിൽ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ജീവിതം. എപ്പോഴും യോഗം നടക്കുമ്പോഴൊന്ന് സന്തോഷിക്കുക, അതല്ല. അത് സന്തോഷമാണ്, ആരാധന സന്തോഷമാണ്. പരിശുദ്ധാത്മാവിൽ എപ്പോഴും സന്തോഷിക്കുന്ന അനുഭവം. അങ്ങനെ വരുമ്പോഴാണ് കഷ്ടങ്ങൾ വരുമ്പോൾ നമുക്ക് സന്തോഷിപ്പാൻ കഴിയും. അതെങ്ങനെയാണ്? യോഹന്നാൻ 7:37 മുതൽ 39 വരെ വായിച്ചാൽ. യോഹന്നാൻ 7:37-39 വരെ. യോഹന്നാ 7:37-39 तक. John chapter 7 verse 37-39 വായിച്ചാൽ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് ആകുന്നു പറഞ്ഞത്. ഇവിടെ കർത്താവ് പറയുന്നു, വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അതിന് പരിശുദ്ധാത്മാവെന്ന നദിയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ഈ പരിശുദ്ധാത്മാവാകുന്ന നദിയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമുക്ക് വായിക്കുവാൻ കഴിയും. ഉൽപ്പത്തി തോട്ടത്തെ നനയ്ക്കുവാൻ ഒരു നദി പുറപ്പെട്ടു, അതിന് 4 ബ്രാഞ്ചായി. അങ്ങനെ സങ്കീർത്തനങ്ങളിലും ഒടുവിൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം പളുകുപോലെ നിർമ്മലമായ നദി ഒഴുകുന്നു. അത് പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ കാണിക്കുന്നതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ദൈവം, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു നദിയുടെ അനുഭവത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ പ്രകാശം തരുന്നതാണ് എസെക്കിയേൽ 47:3 മുതൽ 5 വരെ വായിച്ചാൽ. അതിന് 1 മുതൽ 5 വരെ വായിച്ചാൽ. എസെക്കിയേൽ പ്രവചനം 47:1 മുതൽ 5 വരെ. എസെക്കിയേൽ chapter 47 1-5. എസെക്കിയേൽ 47:1-5 तक. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴേ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലതുഭാഗത്ത് കീഴേ നിന്ന് യാഗപീഠത്തിന്റെ തെക്കുവശമായി ഒഴുകി. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുചെന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോയി. വെള്ളം വലതുഭാഗത്തുകൂടെ ഒഴുകുന്നത് ഞാൻ കണ്ടു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു 1000 മുഴം അളന്നു. എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. അത് എനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. ഇവിടെ ആ നദിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നദിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ആദ്യം 1000 മുഴം അളന്നു നരിയാണിയോളമായി. പിന്നെ 1000 മുഴം അളന്നു മുട്ടോളമായി. പിന്നെ 1000 മുഴം അളന്നു അരയോളമായി. പിന്നെ നീന്തിയിട്ടല്ലാത്ത കടപ്പാൻ വയ്യാത്ത നദിയായിത്തീരുന്നു. ഇത് പരിശുദ്ധാത്മാവ് ഓരോ കാലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ പ്രവർത്തനയാണ് കാണിക്കുന്നത്. ആദാം മുതൽ നോഹ വരെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ നരിയാണിയോളമുള്ള അനുഭവം. അത് കഴിഞ്ഞ് നോഹ മുതൽ മോശ വരെ മുട്ടോളമുള്ള അനുഭവം. മോശ മുതൽ ആ മാളികമുറിയിൽ 120 കാത്തിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നവരെ അരയോളമുള്ള അനുഭവം. എന്നാൽ 120 കൂടി ഇരുന്ന പെന്തക്കോസ് നാൾ മുതൽ അത് ആഴമേറിയ നദിയാണ്.
നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നദിയായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ നാം കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും കൂടെ പോകുമ്പോൾ ഈ പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ നമ്മൾ വസിക്കണം. വെളിപ്പാട് പുസ്തകം 3:14 മുതൽ 16 വരെ ഒന്ന് വായിച്ചാൽ. വെളിപ്പാട് പുസ്തകം 3:14 മുതൽ 16 വരെ. പ്രകാശിത് വാക്യ 3:14 से 16 तक. 3:14 മുതൽ 16 വരെ. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഞാൻ ധനവാൻ. മതി. ഇവിടെ സഭയെക്കുറിച്ച് പറയുകയാണ്. സഭ എങ്ങനെയാണ്? ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. അതൊന്ന് മനസ്സിലാക്കിക്കാനാണ് ഞാൻ എഴുന്നേറ്റ് നിന്നത്. ഞാൻ ഇരുന്ന് പ്രസംഗിക്കുന്നതിൻ്റെ കാരണം 10-16 പ്രാവശ്യം വളരെ ക്രൂരമായി മർദ്ദനമേറ്റത് കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ താഴെ വീഴുമോ എന്നുള്ളൊരു ചിന്ത അങ്ങനെ പലപ്പോഴും അതുകൊണ്ട് മാത്രമാണ് ഇരുന്ന് വചനം പഠിപ്പിക്കുന്നത്. ക്ഷമിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇവിടെ ആണെങ്കിൽ മേശയുടെ ഒരു സഹായവും ഉണ്ടല്ലോ. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. അതിൻ്റെ അർത്ഥം ദൈവമക്കളാകുന്ന നാം പലപ്പോഴും പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ ചിലപ്പോൾ അരയോളം വരമേ വെള്ളമുള്ളൂ. അപ്പോൾ യോഗങ്ങളൊക്കെ നടക്കുമ്പോൾ തലമുക്കി കുറച്ച് അന്യഭാഷ പറയും. അത് കഴിഞ്ഞ് യോഗമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പകുതി ഭാഗം തണുത്തിരിക്കുന്നു, പകുതി ഭാഗം ചൂടായിരിക്കുന്നു. അതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നദിക്കുള്ളിൽ വസിക്കുന്ന അനുഭവമാണ് ക്രിസ്തീയ ജീവിതം. പകുതി തണുത്തും പകുതി ചൂടായും ഇരുന്നാൽ ക്രിസ്തീയ ജീവിതമല്ല. എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ വേദന വർദ്ധിക്കുന്നത്? മറ്റുള്ളവർ വല്ലതും പറയുമ്പോൾ നമുക്ക് മുറിവേൽക്കുന്നത് എന്തുകൊണ്ടാണ്? വെള്ളത്തിനടിയിലല്ല, വെള്ളത്തിനകത്തല്ല, പരിശുദ്ധാത്മാവിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഒരാൾ വെള്ളത്തിനകത്ത് കിടക്കുകയാണ്. വെള്ളത്തിനകത്ത് കിടക്കുമ്പോൾ ആരെങ്കിലും കരയിൽ നിന്ന് കല്ലെടുത്തെറിഞ്ഞാൽ ആ കല്ല് വന്ന് ശരീരത്തെ തൊട്ടങ്ങ് പോയി നിന്നാലും അല്പം പോലും വേദനയുണ്ടാകില്ല. അതുകൂടാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാരം വഹിച്ചുകൊണ്ട് വെള്ളത്തിലോട്ടിറങ്ങിയാൽ വെള്ളം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഭാരം നിങ്ങളുടെ തലയിൽ നിന്ന് അങ്ങ് മാറിപ്പോവും. ഒരു ഭാരവും തോന്നുകയില്ല. അതുകൂടാതെ നിങ്ങൾ വെള്ളത്തിനടിയിലാണെങ്കിൽ ലോകത്തിലുള്ളതായ കാര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ആകർഷിക്കപ്പെടുകയില്ല. കാരണം നിങ്ങളുടെ കണ്ണും ലോകത്തിലുള്ളതായ വലിയ വീടോ കാറോ അതിൻ്റെ ഇടയ്ക്ക് പരിശുദ്ധാത്മാവാകുന്ന വെള്ളമാണ്. ആ പരിശുദ്ധാത്മാവാകുന്ന വെള്ളത്തിൽ കൂടെ നിങ്ങളുടെ കണ്ണുകളിലേക്ക് വരുന്ന അരിച്ചെടുത്ത് വരുമ്പോൾ അതിന്മേൽ ഒരാഗ്രഹം ഉണ്ടാകുകയില്ല. ആ നദിക്കകത്തുള്ള മുത്തുകളാണ് നിങ്ങളുടെ മുൻപിൽ കാണുന്നത്. എനിക്ക് ആ മുത്തുകൾ പറക്കിയെടുക്കണം. ദൈവത്തിൻ്റെ സ്വഭാവം എന്നിൽ വരണം. ദൈവത്തിൻ്റെ സകല നിറവോളം എനിക്ക് തരണം. അതുകൊണ്ട് നമ്മുടെ തലവരെയും എന്താകണം? പരിശുദ്ധാത്മാവിൻ്റെ ആ നദിയിലാകണം. എങ്ങനെയാണ് നമ്മൾ അന്യഭാഷ സംസാരിക്കുന്നത്? ചിലർ പറയും അന്യഭാഷ സംസാരിക്കും. ഞാൻ ഒരനുഭവം പറയട്ടെ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ തൃച്ചിയിൽ വലിയ യോഗങ്ങൾ നടക്കുകയായിരുന്നു. വലിയ ആൾക്കൂട്ടം, 10,000-25,000 ആളുകൾ, വലിയ ആൾക്കൂട്ടമായിരുന്നു. ആൾക്കൂട്ടത്തിൽ പലരും രക്ഷിക്കപ്പെട്ടു. അവിടെ എല്ലാം സുവിശേഷമാണ് പ്രസംഗം. ഇവിടെ ഞാൻ സുവിശേഷം പ്രസംഗിച്ചില്ലല്ലോ. എവിടെയും സുവിശേഷം പ്രസംഗിക്കുമ്പോൾ യേശുക്രിസ്തു മാത്രം ദൈവം എന്നുള്ളതാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് കല്ലേറും ബഹളവും ഒക്കെ ഉണ്ടാകുന്നത്. അവിടെ ഞാനങ്ങനെ യേശുക്രിസ്തു മാത്രം ദൈവമെന്ന് യേശുക്രിസ്തു പറഞ്ഞു വന്നപ്പോൾ കുറച്ചേറെ ഹിന്ദുക്കൾ രക്ഷിക്കപ്പെടുവാനിടയായി. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം അവർ കുറച്ച് കല്ലേറെറിഞ്ഞു, കുറച്ചെറിഞ്ഞു. ശനിയാഴ്ച ദിവസം അവരുടെ കല്ലേറ് കൂടുതലായി. അപ്പോൾ ഞാൻ സ്റ്റേജ് വളരെ 3-4 അടി ഉയരത്തിലുള്ള സ്റ്റേജാണ്. പുറകിൽ നല്ലൊരു ഭിത്തിയുണ്ട്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്ന ഒരാൾ തമിഴ് തർജ്ജിമ ചെയ്യുകയാണ്. ഞാൻ അദ്ദേഹത്തെ പുറകോട്ട് ഇങ്ങനെ പിടിച്ച് നിർത്തി ഞാൻ മുൻപോട്ട്. അപ്പം ഒരു കല്ലും എൻ്റെ നേരെ കൊണ്ടില്ല, ഭിത്തിയിൽ കൊണ്ടിട്ട് അതിൻ്റെ ചീളുകൾ വന്ന് എന്നെ കൊണ്ടുണ്ടായി. കാര്യമായ വല്ല മുറിവൊന്നും ഉണ്ടായില്ല. ഒരു 10-20 മിനിറ്റ് ഒരു കല്ലെറിഞ്ഞ് കഴിച്ച് നിർത്തി. അന്ന് വൈകിട്ട് നല്ല യോഗം നടന്നു. നല്ലൊരു കൂട്ടം ആളുകൾ സ്നാനപ്പെടുവാനും പരിശുദ്ധാത്മാവ് പെറുവാനും ഇടയായി. ഞായറാഴ്ച രാവിലെ ഞാൻ പാസ്റ്റർ മുത്തുവിൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. ഒരു അവരുടെ വീടെന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടാണ്. ഭിത്തിയെല്ലാം മണ്ണുകൊണ്ടാണ്. പുര അതിൻ്റെ മുകളിലെല്ലാം ഓലയല്ല, പുല്ലുകൊണ്ടൊക്കെ ഉള്ളതാണ്. തറ കല്ലുകൊണ്ട് പാകിയതാണ്. ഞാനവിടെ 7 മണിക്ക് 8 മണിക്ക് ആരാധനയ്ക്ക് വേണ്ടി പോകണം.
അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ആരാധനയ്ക്ക് വേണ്ടി പോകാൻ അവിടെ താമസിക്കാനപ്പോൾ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആരോ ഒരാൾ വന്ന് കതകിൽ മുട്ടി. അപ്പോൾ ഞാൻ കതകിൽ മുട്ടിയപ്പോൾ ഞാൻ തുറന്നപ്പോൾ നല്ല ടൈയൊക്കെ കെട്ടിയ ഒരാൾ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ബ്രദറൻ ബൈബിൾ കോളേജ്, സിലോവാം ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. ഞാൻ പരിശുദ്ധാത്മനിറവ് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ എനിക്ക് അന്യഭാഷ വേണ്ട. ഞാൻ അന്യഭാഷയ്ക്കെതിരായി ഞാൻ പുസ്തകം എഴുതിയ ആളാണ്. അന്യഭാഷ ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് ദുഷ്ടാത്മാവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അന്യഭാഷ വേണ്ട, എനിക്ക് പരിശുദ്ധാത്മാവ് വേണം. അപ്പം ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മ വേണം? ഇന്നലെ കല്ലെറിയുമ്പോൾ ഞാൻ സ്റ്റേജിലല്ലായിരുന്നു, ദൂരെ അവിടെ കസേരയിലിരിക്കുകയായിരുന്നു. ഞാനങ്ങ് വിറച്ചുപോയി. നിങ്ങളുടെ മേൽ കല്ല് വരുമ്പോൾ നിങ്ങൾ സിംഹത്തെ പോലെ വീണ്ടും ഗർജിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അവിടെ സ്റ്റേജിൽ താഴെ ഇരുന്നിടയ്ക്ക് എനിക്ക് വിറച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ധൈര്യം പരിശുദ്ധാത്മാവിൽ കൂടെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഈ ധൈര്യം വേണം, എന്നാൽ എനിക്ക് അന്യഭാഷ വേണ്ട. ഞാൻ പറഞ്ഞു, ഞാൻ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സഹോദര ഇവിടോട്ട് മുട്ടുകുത്തിയപ്പോൾ തറയാണ്, കല്ല് താകി തറയാണ്. കർത്താവെ, അപ്പച്ച ഇദ്ദേഹത്തെ ആത്മാവിൽ നിറയ്ക്കുവാൻ എനിക്കറിയാമല്ലോ, ഇദ്ദേഹത്തിന് അന്യഭാഷ വേണ്ട. അപ്പച്ച നിനക്കറിയാം എങ്ങനെയാണ് ഇദ്ദേഹത്തെ നിറയ്ക്കേണ്ടത്. ഞാൻ പറഞ്ഞു, അവിടോട്ട് കോണിലോട്ട് വരുന്നു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 2-3 മിനിറ്റ്. അപ്പം ഞാൻ ഷേവ് ചെയ്ത് നിങ്ങളെ ശ്രദ്ധ അങ്ങോട്ടാണ് ഉണ്ട്. 2-3 മിനിറ്റ് കഴിച്ചപ്പോൾ ടൈ അങ്ങ് ഊരി വെച്ചു. ഒരു 7-8 മിനിറ്റ് ആയപ്പോഴത്തേക്ക് പൊത്തോന്ന് നിലത്തോട്ട് അങ്ങ് വീണു. വീണ്ടും കൈയും കാലും ഇട്ട് അടിക്കാൻ തുടങ്ങി. കൈയും കാലും ഇട്ട് അടിച്ചിട്ട് വെടി പൊട്ടിക്കുന്നത് പോലെ അന്യഭാഷ. അപ്പോൾ ജനൽ തുറന്നു കിടക്കുകയാണ്. അപ്പോൾ പാസ്റ്റർ മുത്തുവും മറ്റുള്ള കർത്താവിൻ്റെ അവിടെ ആളുകളെല്ലാം വന്ന് തലയിൽ കഴിച്ചു, ഇദ്ദേഹം അന്യഭാഷയ്ക്കെതിരായിട്ട് പുസ്തകം എഴുതിയ ആളാണ്, ഇവിടുത്തെ സിലോവാം ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്, ഇദ്ദേഹം ഇങ്ങനെ അന്യഭാഷ പറയുന്ന പറഞ്ഞ ആളുകൾ കൂടിയാണ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഈ അവിടെ ഈ കല്ല് പാകിയ തറയിൽ ഇങ്ങനെ നീന്തുക. കുറച്ചു നേരം കഴിയുമ്പോൾ കയ്യും മുട്ടയിൽ കൂടെ ഒക്കെ ചോര വരുന്നതാണ്. അപ്പം ഞാൻ ചെന്ന് സഹോദരനോട് ഇങ്ങനെ എന്ന് പറയുമ്പോൾ എന്നെ പറയാം, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഞാൻ ദൈവത്തിൻ്റെ നദിയിൽ നീന്തുകയാണെന്ന് പറഞ്ഞു. സ്തോത്രം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, അന്ന് തന്നെ പോയി സിലോവാം ബൈബിൾ കോളേജ് പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ചു. അന്ന് തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ 4 വർഷം കഴിഞ്ഞ് ആന്ധ്രയിൽ കാസിപ്പേട്ട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിന് വേണ്ടി നോക്കി നിൽക്കുമ്പോൾ ആരോ ഒരാൾ പുറകിൽ കൂടെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അന്യഭാഷ പറയാൻ തുടങ്ങി. പുറകിൽ കൂടെ വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പം എനിക്ക് മുഖം കാണത്തില്ല. എന്നാൽ ഞാൻ പറഞ്ഞു, ആരാരെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കരഞ്ഞു മുൻപോട്ട് വന്നു, എന്നെ ഓർക്കുന്നില്ലയോ, ഞാൻ സിലോവാം ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്, അന്ന് ഞാൻ അവിടെ നിന്ന് വിട്ടു, ഞാനിപ്പോൾ ആന്ധ്രാപ്രദേശിൽ കർത്താവിൻ്റെ വേല ചെയ്യാമെന്ന് പറയാനിടയായി. ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മ നദിയിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ തലമുകളിലും വെള്ളമായി കഴിഞ്ഞാൽ അന്യഭാഷ പറയാത്തവരും പറയും. ഞാൻ അങ്ങനെ എത്ര ബ്രദറുകാർ ബാപ്റ്റിസ്റ്റുകാർ ഞങ്ങളുടെ കൂടെ വന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരായി പറഞ്ഞവർ, ഈ വെള്ളത്തിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ, തലപൂടെ വെള്ളത്തിനകത്തായി കഴിഞ്ഞാൽ പിന്നെ മലയാളം പറയാൻ വാ തുറന്നാൽ മലയാളമല്ല ബാന്നേ വരത്തുള്ളൂ. കാരണം വെള്ളം വായിൽ നാവിനെ അങ്ങ് കൺട്രോൾ ചെയ്യും. അതാണ് അന്യഭാഷ, ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ദൈവമക്കൾ എങ്ങനെയാണെന്നറിയാമോ? അരയ്ക്ക് കയറ് കെട്ടിയിരിക്കുക, കുറ്റി കരയിൽ അടിച്ചിരിക്കുക, ലോക ആഗ്രഹങ്ങൾ. അതുകൊണ്ട് യോഗം വരുമ്പോഴെല്ലാം കൂടെ മുട്ടിയൊക്കെ താഴെയോട്ടാക്കി ശലത്ത് കുറച്ച് താഴെ ഇരുന്ന് തലയൊക്കെ കുലുക്കി അന്യഭാഷ പറയും, പിന്നെ എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെയല്ല, അങ്ങനെ ശീതോഷ്ണമായിരിക്കാനല്ല. ആ നദിക്കകത്തെ അനുഭവം പറഞ്ഞല്ലോ. 1 പത്രോസ് 4:12-13 വായിച്ചല്ലോ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക്, നമ്മൾ വായിച്ചതാണ്, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി വന്ന അഗ്നിശോധനയെങ്കിൽ സന്തോഷിക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അങ്ങനെ കഷ്ടങ്ങളിലാകുമ്പോൾ, ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനുള്ള കഷ്ടങ്ങളിലാകുമ്പോൾ പരിശുദ്ധാത്മ നദിയിലാണെങ്കിൽ ആനന്ദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് കണ്ട കാലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ അനുഭവിക്കുന്നുണ്ട്. ഞാനൊരു പ്രാവശ്യം തിരുവല്ലായിലെ ഷാരോൻ സഭയുടെ ഒരു നല്ലൊരു പാസ്റ്ററായിരുന്നു. അദ്ദേഹം പ്രായമായി വളരെ രോഗിയായി കിടന്നപ്പോൾ വയറങ്ങ് വീർത്തു. ഇത്രയും അങ്ങ് വയറ് വീർത്തു. 6 മാസത്തിൽ കൂടുതലായി. സാധാരണ പാസ്റ്റർമാരെ കൊണ്ട് ആരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയില്ല. ഞാൻ അന്നേരം വേറൊരു സ്ഥലത്ത് യോഗത്തിന് വേണ്ടി വന്നപ്പോൾ എന്നെ വിളിച്ചു, ശ്യാമുൽ സഹോദര വന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് തൻ്റെ മകനെ തന്നെ അയച്ചു. വന്ന് ഞാനവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെയുള്ള പാസ്റ്റർമാരൊന്നും ഇത് അനുഭവിക്കുന്നവരല്ല, അതുകൊണ്ട് നിന്നെ വിളിച്ചത് നീ ഇത് അനുഭവിക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ വയറ് ഇങ്ങനെ വീർത്ത് കിടക്കുന്ന വേദനയുണ്ട്. പറഞ്ഞു, ആത്മാവിൽ ഞാൻ എത്ര സന്തോഷം അനുഭവിക്കുന്നു. ഹല്ലേലൂയ. വയറിങ്ങനെ വീർത്ത് നിൽക്കുക. ഹല്ലേലൂയ. ഞങ്ങൾ കുറച്ചു നേരം ആത്മാവിൽ ആരാധിപ്പാനിടയായി.
ഹല്ലേലൂയ. എത്ര ഞാനൊരു പ്രാവശ്യം ഉദംപൂരിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഉദംപൂർ ഒരു വലിയ ആലിൻ്റെ മരത്തിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഞാൻ യേശു ക്രിസ്തു മാത്രം ദൈവം എന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ 10-25 പേര് 22-25 പേര് എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് ഒരു മുറിക്കകത്ത് കൊണ്ടുപോയി. വലിയ മുറിയല്ല, ഒരു 10-25 പേര് ഫുട്ബോൾ കിക്ക് ചെയ്യുന്ന പോലെ എന്നെ കിക്ക് ചെയ്യുകയും ഇടിക്കുകയും പിടിച്ച് അങ്ങോട്ട് തള്ളുകയും ഇങ്ങോട്ട് തള്ളുകയും അരമണിക്കൂറിൽ കൂടുതൽ അവരെൻ്റെ ശരീരത്തിൽ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഒടുവിൽ അവരെല്ലാം അണയ്ക്കാൻ തുടങ്ങി. ഞാൻ അന്നേരവും ഫുട്ബോൾ പോലെ നിറഞ്ഞു നിൽക്കുക. അത് കഴിഞ്ഞ് അവരെന്നെ ഉപദ്രവിച്ച് കഴിഞ്ഞ ശേഷം അവിടുന്ന് 7 കിലോമീറ്റർ നടന്ന് ഞാൻ താമസിക്കുന്ന വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഉടനെ ഭാര്യയോട് ഞാൻ പറഞ്ഞില്ല, ഞാൻ അടിയുണ്ടേച്ചാ വന്നതെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം തരാൻ. കട്ടിലേക്ക് കിടന്നൊരു 5-8 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ശരീരത്തിൽ വേദന ആരംഭിച്ചത്. അപ്പോൾ അതുവരെ ഞാൻ എവിടെയാണ് കിടക്കുന്നത്? ആത്മനദിയിൽ. ഹല്ലേലൂയ. ആത്മനദി. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, പരിശുദ്ധാത്മാവാകുന്ന നദി ഉള്ളിടത്തോളം കാലം എത്ര ശോധന വന്നാലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും. എത്ര ശോധന വന്നാലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും. ഞാൻ വീണ്ടും കുമ്മനാട്ടിലെ കഥ തന്നെ പറയുകയാണ്. അവിടെ യോഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അന്നത്തെ ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ഭാര്യ ആലീസ് ടീച്ചർ, അവർ CSIO മർത്തോമ അതാണ്. പുള്ളിക്കാരത്തി രക്ഷിക്കപ്പെട്ടു, മുൻപോട്ട് വന്നു, സ്നാനപ്പെടുകയും ചെയ്തു. പുള്ളിക്കാരത്തി അവിടുത്തെ 20 പേരുള്ള ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ടീച്ചറാണ്. നല്ല വെളുത്തത്. പുള്ളിക്കാരത്തിയുടെ ബ്രദറായിരുന്നു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്നു. ആ സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം ബ്രദറായിരുന്നു. നല്ല ഉയർന്ന കുടുംബത്തിലാണ്. മറ്റുള്ളതെല്ലാം അമേരിക്കയിലൊക്കെയുള്ള. പുള്ളിക്കാരത്തി അവിടെ 20 പേരിലെ ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി സ്നാനപ്പെട്ട് വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കളക്ടർ അദ്ദേഹത്തിന് നല്ല വലിയ കോപമായി സാരിയെല്ലാം പുള്ളിക്കാരത്തി ഉടുത്തിരുന്ന സാരിയുടെ വലിച്ചു പറിച്ചു ഉള്ള സാരിയെല്ലാം കത്തിച്ചു. അത് കഴിഞ്ഞ് ഇടിക്കാൻ തുടങ്ങി. പുറത്ത് കുനിച്ച് നിർത്തി ഇടിക്കാൻ. നല്ല ഒരുമാതിരി വണ്ണമുള്ള സൗകര്യം. പുള്ളിക്കാരത്തി സ്തോത്രം പറഞ്ഞ് ആത്മാവിൽ അങ്ങ് നിറഞ്ഞു. അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. എപ്പോഴാണ് അന്യഭാഷ കിട്ടിയത്? ഭർത്താവ് ഇടിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞ് അയൽവക്കത്തു നിന്ന് ആരൊരു പാവപ്പെട്ട വീട്ടിൽ ചെന്നൊരു സാരി മേടിച്ചുകൊണ്ട് അവിടെ വന്നു. ഞങ്ങൾ താമസിക്കുന്നിടത്ത് വന്നു. താമസിക്കാൻ വന്നപ്പോൾ മറ്റ് സഹോദരിമാർ പോയി പുറം മുഴുവനും നീര് കൊണ്ട് നിറഞ്ഞിരിക്കുക. ഒരുപാട് ഇടി കൊണ്ടു. എന്നാലും വായിൽ കൂടെ അന്യഭാഷയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കളക്ടറത്തിൽ എന്നെ ഒത്തിരി ഉപദ്രവിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ കോപം വളരെ വർദ്ധിച്ചു. പറഞ്ഞു, ഇനി ഈ വീട്ടിൽ കയറിയേക്കരുത്. ഒടുവിൽ 20 പേർ ഒരു സ്കൂളിൻ്റെ അടുത്ത് ഒരു വീട് വാടക എടുത്തു. അപ്പം എന്നോട് ചോദിച്ചു, ഞാൻ അവർക്ക് നല്ല വീടൊക്കെ ഉണ്ട്, അവിടെ പോയി. ഞാൻ അവിടെ പോകാതെ അടുത്ത വീട്ടിൽ താമസിക്കാൻ പറഞ്ഞു. അവിടെ വാടക 2 വർഷം താമസിച്ചു. ആ കളക്ടർ പറഞ്ഞ് AM ശ്യാമിനെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ വല്ലപ്പോഴും ആണല്ലോ കേരളത്തിൽ വരുന്നത്. എന്നാൽ ഒരിക്കൽ പുള്ളിക്കാരത്തി എനിക്ക് ഫോൺ ചെയ്തു, പാസ്റ്റർ ഈ പ്രാവശ്യം തിരുവല്ലയിൽ വരുമ്പോൾ വേറെ വണ്ടിയൊന്നും എടുക്കരുത്, ഞാനൊരു വണ്ടിയും കൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നെ വന്നപ്പം എന്നെ കാണിക്കാൻ നല്ലൊരു അംബാസഡർ കാർ, അതിൻ്റെ ഡ്രൈവറുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ കളക്ടർ അദ്ദേഹം മേടിച്ച് തന്നതാ, നീ എവിടെ പോയാലും കൊണ്ടുപോയിക്കൊള്ളണം. കർത്താവിൻ്റെ ദാസൻ ശ്യാമുൽ വരികയാണെങ്കിലും അദ്ദേഹത്തെ ഇതിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇരുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ ആത്മനിറവിൻ്റെ ജീവിതം കണ്ടിട്ട് ആ കളക്ടർ അദ്ദേഹവും രക്ഷിക്കപ്പെടുവാനിടയായി. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞത്, ഇത്ര ഇടിച്ചിട്ടും അദ്ദേഹത്തോട് വൈരാഗ്യം വരാതിരുന്നത് എന്താണ്? പരിശുദ്ധാത്മാവാകുന്ന നദി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാകുന്ന നദിയുടെ അനുഭവം. അതുകൂടാതെ ഡൽഹിയിൽ ജെയിൻ മതം എന്ന് പറയുന്നത് ഹിന്ദുക്കളിലേക്ക് ഏറ്റവും ഉയർന്ന മതമാണ്. ജെയിൻ മതം ഒരു ചെറിയ ഈച്ചയെ പോലും കൊല്ലുന്ന അല്ല, അവർ മുഖത്തും ഇതൊക്കെ കെട്ടിയിട്ടാണ് നടക്കുന്നത്. ഏറ്റവും ഉയർന്ന ജാതി എന്ന് അവർ തങ്ങളെ വിശേഷിപ്പിക്കുന്നതാണ്. അവരിൽ നിന്ന് ഒരു സഹോദരി രക്ഷിക്കപ്പെടുവാനിടയായി. പുള്ളിക്കാരത്തി ഡിഫൻസിൽ ഓഫീസറായി ജോലി ചെയ്യുന്നതാണ്. നമ്മുടെ ഒരു സഹോദരി അവരുടെ വീട്ടിൽ പാത്രം കഴുകാനായി പോയി. പാത്രം കഴുകാനും മുറിയൊക്കെ തൂത്തുടയ്ക്കാനും ഒക്കെ കഴിയും. അങ്ങനെ സുവിശേഷം കേട്ടാണ് അവർ രക്ഷിക്കപ്പെട്ടത്. അവർ ഭർത്താവിനെ കാട്ടിൽ ഇരട്ടി ശമ്പളം അവർക്കുണ്ട്, വലിയ വീട് വേണം, വലിയ സൗകര്യമുള്ളവരാണ്. ഒടുവിൽ ഭർത്താവ് കഠിനമായ എതിര്, അവരുടെ ജെയിൻ ആളുകളെയൊക്കെ കൊണ്ടുവന്നു അവരെ തിരുത്താൻ നോക്കിയൊന്നും സാധിച്ചില്ല. പുള്ളിക്കാരത്തി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. ഒരു പ്രാവശ്യം അവർ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഉള്ള സാരിയും സൂട്ടെല്ലാം കത്രിക കൊണ്ട് കത്തിരിച്ചു. എന്നെ കൊണ്ട് കാണിച്ചു മുഴുവനും. പിന്നെ അത് കഴിഞ്ഞ് പല പ്രാവശ്യം പുള്ളിക്കകത്ത് ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ ആഹാരം എല്ലാം എടുത്ത് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടും. ശമ്പളം കൂടുതൽ കിട്ടുന്ന പുള്ളിക്കാരത്തേക്കാണ്.
ഒടുവിൽ ഈ ദീപാവലി വന്നപ്പോൾ അവർക്കൊരു മകളുണ്ട് 16 വയസ്സ്, മകൻ 14 വയസ്സുണ്ട്. അവരോട് പറഞ്ഞു, അവർ പഠിച്ചുകൊണ്ടിരിക്കുക, അമ്മ ദീപാവലിക്ക് ദീപം കത്തിച്ചില്ല. ഉടനെ മകനോട് പറഞ്ഞു അടിക്കാൻ പറഞ്ഞു. മകൻ അടിച്ചു, മകളും അടിച്ചു. ഇതെല്ലാം കഴിഞ്ഞു. ഒരു ദിവസം പുള്ളിക്കാരത്തെ വൈകിട്ട് അടുത്തുള്ളിടത്തോരോട്, പുള്ളിക്കാരത്തിൻ്റെ സഹോദരിമാർ പലരും രക്ഷിക്കപ്പെട്ടു. അടുത്തുള്ളത്ത് സുവിശേഷം പറഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് വൈകിട്ട് 9 മണിയായി. ഭർത്താവിന് വളരെ കോപമായി. അകത്തുനിന്ന് കതകം കുറ്റിയിട്ടു, തുറക്കുകയില്ല. എന്തു വന്നാലും നല്ല തണുപ്പാണ്. അപ്പോൾ നല്ല തണുപ്പ്. അപ്പോൾ എനിക്ക് മൊബൈലിൽ ഫോൺ ചെയ്ത് ചോദിച്ചു, എന്നെ വെളിയിലിട്ടിരിക്കുകയാണ്, അവർക്ക് 46 വയസ്സുണ്ട്, 46-47 വയസ്സുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ സഹോദരിമാരുടെ വീട്ടിലോട്ട് പോകണമെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു പോകണ്ട, വലിയ വീടാണ്, പൊട്ടിക്കൊന്ന വെളിയിലുണ്ട്. ഞാൻ പറഞ്ഞു അവിടെ കിടന്നോളാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു ഭയങ്കര തണുപ്പാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവാകുന്ന കമ്പിളി വസ്ത്രം ധരിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ടോ, എന്താണ് പറഞ്ഞത്? പരിശുദ്ധാത്മാവാകുന്ന കമ്പിളി വസ്ത്രം ധരിച്ചോളാൻ പറഞ്ഞു. ആ സഹോദരി ആ തറയിൽ അവിടെ കിടന്നു. പരിശുദ്ധാത്മാ വെളുപ്പിന് 4 മണിക്ക് അമ്മാവിയമ്മ കതക് തുറന്നു വന്നു. ഇവർ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അവിടെ കിടക്കുന്ന കണ്ടിട്ട് അമ്മാവിയമ്മയും രക്ഷിക്കപ്പെട്ടു. അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ അമ്മാവിയമ്മയും സ്നാനപ്പെടുവാനിടയായി. ഇതുവരെ ഭർത്താവ് സ്നാനപ്പെട്ടില്ല. ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ കൂടെ സകല കഷ്ടങ്ങളെയും നമുക്ക് സഹിക്കുവാൻ കഴിയും. നിങ്ങളുടെ തീച്ചൂള വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആഗ്രഹങ്ങളാകുന്ന കയറുകൾ അറുത്തിട്ട് ആ വെള്ളത്തിലേക്കൊന്നിറങ്ങണം. ഹല്ലേലൂയ. മുട്ടിന്മേലുള്ള വെള്ളമല്ല, ആഴത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ വരുന്ന പ്രയാസങ്ങളോ നിന്ദകളോ അപമാനങ്ങളോ എല്ലാം സഹിപ്പാൻ കഴിയും. ഞാൻ എത്ര പ്രാവശ്യം അടികൊണ്ടു, 1 അല്ല 2 അല്ല, എത്ര പ്രാവശ്യം. ഞാൻ അതിൽ വെച്ച് കഴിഞ്ഞ മുമ്പത്തെ വർഷം അടിച്ചു. ഞാൻ അവിടെ വേലക്കാരുടെ യോഗം നടക്കുകയായിരുന്നു. അവരെല്ലാം 10-300 പേര് ആളുകൾ വന്നു. ക്രൂരമായി ഇതെല്ലാം കഴിഞ്ഞ് ക്രൂരമായി എന്നെ മർദ്ദിച്ചു. അടിച്ചൊടിയിൽ എന്നെ അടിച്ച് താഴെയിട്ടു. എൻ്റെ വസ്ത്രം കുറച്ചൊക്കെ ഊരിക്കളഞ്ഞിട്ട് ഞാനപ്പോഴത്തേക്ക് എൻ്റെ ബോധമെല്ലാം മറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു കാല് പിടിച്ച് വലിച്ചോണ്ട് വെളിയിൽ കൊണ്ടിട്ടു. എന്നെ വലിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ബോധം അറിഞ്ഞു കഴിഞ്ഞു. അവിടെ വെളിയിൽ കൊണ്ടിട്ട് പിന്നെ ആണ് സഹോദരന്മാർ വന്ന് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. 3 മണിക്കൂർ കഴിഞ്ഞാണ് എനിക്ക് പിന്നെ എൻ്റെ നാടിയൊക്കെ നടക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോഴത്തെ IG പോലീസും മറ്റുള്ളവരെല്ലാം ഒത്തിരി പേര് വന്നു. കാരണം അവർ ഈ കേബിൾ കൂടെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ ആൾക്കൂട്ടം ഉണ്ടായി. മതപരിവർത്തനക്കാരൻ ഇങ്ങനെയായെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ വന്ന് ചോദിച്ചു ആർക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു അവരെൻ്റെ സഹോദരന്മാരാണ്. എന്നെ അടിച്ച് ഇത്ര വശത്താക്കി എനിക്ക് അനങ്ങാൻ പോലും വയ്യായെങ്കിലും എൻ്റെ വായിൽ നിന്ന് വന്നത് എന്താണ്? അവരെൻ്റെ സഹോദരൻ. അപ്പോൾ ഈ മീഡിയക്കാർ ചോദിച്ചു, അപ്പോൾ നിന്നെ ഇത്രയും അടിച്ചവർക്ക് നീ പൂ കൊടുക്കുമോ? ഞാൻ പറഞ്ഞു ഞാൻ അവരെ ആലിംഗനം ചെയ്യുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതെല്ലാം പത്രങ്ങളിൽ വരാനിടയായി. എന്തുകൊണ്ട് അവരോട് ഒരു വൈരാഗ്യം ഉണ്ടാകാതിരുന്നത്? പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ. ഹല്ലേലൂയ. നമ്മൾ എത്ര രോഗത്തിലായിരിക്കുമ്പോഴും കഷ്ടത്തിലായിരിക്കുമ്പോഴും ഭർത്താക്കന്മാർ നിങ്ങളോട് കോപമായി പറയുകയാണ്, കർത്താവേ എനിക്ക് കോപം വരുന്നു. എന്തുകൊണ്ടാ? ചിലപ്പോൾ അര വരെയുള്ളൂ വെള്ളം, അല്ലെങ്കിൽ ചിലപ്പോൾ കഴുത്ത് വരെയുള്ളൂ. കുറച്ചുകൂടെ മുൻപോട്ട് പോകും. അപ്പോൾ വെള്ളത്തിനകത്തായിരിക്കുമ്പോൾ ഭർത്താവ് എത്ര ഇടിച്ചാലും, ഭർത്താവ് എത്ര പറഞ്ഞാലും, ഭാര്യ എത്ര പറഞ്ഞാലും സ്തോത്രം പറയാനല്ലാതെ ഒന്നും വരികയില്ല. അതുകൊണ്ടാണ് ആത്മനദിയിലെ ജീവിതം. ഹല്ലേലൂയ. എത്ര കഷ്ടങ്ങൾ വന്നാലും, പൗലോസ് ശീലാസിനെ കൂടെ നിങ്ങൾ നോക്കിയാൽ ജയിലിനകത്ത് കിടക്കുക. അന്ന് പകൽ മുഴുവനും അടികൊണ്ടു, ആഹാരവും കിട്ടിയില്ല. എന്നിട്ടും പാടി ആരാധിക്കുക. എന്താ? ആ ജയിൽ മുറിക്കകത്തും ആത്മാവ്. ഹല്ലേലൂയ. ഞാനും ജയിലിൽ പല പ്രാവശ്യം കിടന്നിട്ടുണ്ട്. ജയിലിൽ കിടന്നപ്പോൾ എന്നെ ഈ ജമ്മുവിലെ സെൻട്രൽ ജയിലിൽ ഇട്ടപ്പോൾ വളരെ കഷ്ടപ്പെടുത്തി. തലയെല്ലാം മൊട്ടയടിച്ച് ഇതെല്ലാം വൃത്തിയായി. എന്നാൽ ആത്മാവിൽ ഞാൻ സന്തോഷിച്ചുകൊണ്ടിരുന്നു. കർത്താവിന് സ്തോത്രം. ജമ്മുവിൽ എന്നെ കൈവലങ്ങ് വെച്ചിട്ട് 2 കൈക്കും കൈവലങ്ങ് വെച്ചിരിക്കുകയാണ്. അതുകൂടാതെ ഒരു ചെയിൻ ഇട്ടിട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പട്ടിയെ കൊണ്ടുവന്നപോലെ എന്നെ നടത്തി പല പ്രാവശ്യം. പലരും പറഞ്ഞു ഇവന് പ്രായമുള്ളവൻ, ഇവൻ ഓടിപ്പോവുകയില്ല, പിന്നെയും ഇവൻ മതം മാറ്റുന്നവനാണ്. അപ്പോഴെല്ലാം ഞാൻ അപ്പോൾ കടകളിലൊക്കെ ഇരിക്കുന്നവരെന്താ ചിന്തിക്കുക, ഇവനേതോ വലിയ പാപം ചെയ്തവനാണ്, യേശുവിന് വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ആയത്. അപ്പോഴും ഞാൻ കർത്താവേ സ്തോത്രം സന്തോഷത്തോടെ നടക്കുവാൻ കർത്താവ് ഇടയായി.
ഞാൻ ക്ലാസ് 1 ഓഫീസറായി ഇരിക്കുമ്പോൾ എന്നെ കാണുന്നവരെല്ലാം സല്യൂട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അവരുടെ മുമ്പിൽ കൂടെ എങ്ങനെയാണ് കൊണ്ടുവന്നത്? 2 കൈയിലും വിലങ്ങ് വെച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ്. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. കാരണം എനിക്ക് നടക്കാൻ ഇച്ചിരി വിഷമമുണ്ട്. ഞാൻ കുറച്ച് സ്റ്റെപ്പ് പോയി പട്ടിയെ വലിക്കുന്ന പോലെ എന്നെ വലിക്കും. അപ്പോൾ കൈക്കൊക്കെ വേദന തോന്നും. എന്നാലും സ്തോത്രം 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 എന്ന് പോകുവാൻ എത്ര സന്തോഷമുണ്ടായെന്നറിയാമോ? ആയാൽ പ്രിയമുള്ള പരിശുദ്ധാത്മാവാകുന്ന നദി. ഒരു പ്രാവശ്യം ഞാൻ ഒരിടത്ത് നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പേര് വന്ന് അടിച്ച്, ഈ മുഖത്തടിക്കുമ്പോൾ ഈ ചിരിയിലെ പല്ല് കൊണ്ടിട്ട് രക്തം വരും. എൻ്റെ ഷർട്ടിൻ്റെ മുൻഭാഗം മുഴുവൻ രക്തമായി. അന്നേരം ഞാൻ ചിരിച്ചുകൊണ്ട് പ്രസംഗിക്കുക. അപ്പോൾ അവർ പറയും, ഇവൻ ഭ്രാന്തനാണെന്നാണ് പറയുന്നത്. അവൻ ഭ്രാന്തനല്ല, അടിയുള്ളപ്പോഴും എവിടാ നിൽക്കുന്നത്? പരിശുദ്ധാത്മാവാകുന്ന നദി. സ്തേഫാനോസ് കല്ലേറ് കൊള്ളുമ്പോഴും സ്തോത്രം പറഞ്ഞ എന്തുകൊണ്ടാ? കല്ലുകൾ വരുമ്പോഴും അവൻ പരിശുദ്ധാത്മാവുന്ന നദിയിലാണ്. ഹല്ലേലൂയ. ആയാൽ പ്രിയമുള്ള ദൈവമക്കളെ, എത്ര പ്രയാസങ്ങൾ വന്നാലും ഒരു സംഭവം കൂടെ പറയട്ടെ. ഞാനൊരു പ്രാവശ്യം മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരമേശ്വർ കാ ബേട്ട, ദൈവത്തിൻ്റെ മകൻ എന്നുള്ളതിന് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ മകൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് കേൾക്കാൻ വലിയ പ്രയാസം. ഇപ്പോഴെനിക്ക് അവരോട് പ്രസംഗിക്കാൻ ഇപ്പോഴറിയാം, അന്ന് എനിക്ക് അത്രയും അറിഞ്ഞുകൂടാ. അപ്പോൾ ദൈവത്തിൻ്റെ മകൻ എന്ന് ഗോഡ് സൺ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് കോപമായി. ദൈവത്തിന് മക്കളുണ്ടാകുമെന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ ബഹളം ഉണ്ടായിട്ട് അവരെല്ലാം കൂടെ 10, 25, 30 പേര് പിടിച്ചുകൊണ്ട് തന്നെ അവിടെ ഇറച്ചിക്കട കൂടെ നിന്നെ ജീവനോടെ വിടുകയില്ല, നിന്നെ വെട്ടുക തന്നെയാണെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി ഇറച്ചിക്കടയിൽ കൊണ്ട് കിടത്തി. അവിടെ ഒരു വലിയ ഇറച്ചി ഇങ്ങനെ മുറിക്കുന്നതുകൊണ്ട് എൻ്റെ നെഞ്ചും തലയിൽ അവിടെ, കാലെല്ലാം വെളിയിൽ. എന്നിട്ട് കൈയെടുത്ത് ഇങ്ങനെ വെട്ടാൻ തുടങ്ങുക. ഞാൻ അന്നേരം ചിരിച്ചുകൊണ്ടിരിക്കുക. ഉടനെ അവർ പറയുക, ഇവൻ ഭ്രാന്തനാ, ഇവനെ വെട്ടിയോണ്ട് എന്താ കാര്യം? എഴുന്നേപ്പിച്ച് പുറത്തൊരു തൊഴിയും തന്നിട്ട് അവർ പൊയ്ക്കോളാൻ പറയും. അവിടെയും ഭയം വരാതിരുന്നത് എന്തുകൊണ്ടാണ്? അവർ എല്ലാവരും മുസ്ലിങ്ങളാണ്. ഇത് ഈ ഇറച്ചി വെട്ടുന്ന വലിയ എടുത്ത് ഇങ്ങനെ വെട്ടാനായിട്ടിരിക്കുക. അപ്പോഴും ചിരി വന്നത് എന്താ? പരിശുദ്ധാത്മ നദി. ഹല്ലേലൂയ. ആകിയാൽ എൻ്റെ പ്രിയമുള്ളവരെ, കഷ്ടതയുടെ തീച്ചുള വരുമ്പോൾ പരിശുദ്ധാത്മാവേ, നിന്റെ നദിയിലായിരിക്കാൻ എനിക്ക് കൃപ നൽകണമേ. ആ നദിയിലേക്ക് ഇറങ്ങിയാൽ വേദന തോന്നത്തില്ല, സന്തോഷിപ്പാനേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ സന്തോഷിപ്പീൻ. അതിനുവേണ്ടി പരിശുദ്ധാത്മ നദി വന്നത് വല്ലപ്പോഴും അന്യഭാഷ പറയുവാനല്ല. ആ നദിക്കുള്ളിൽ നമ്മൾ വസിക്കണം. ആ നദിക്കുള്ളിൽ വസിക്കാനായിട്ടാണ് ആ നദി. സങ്കീർത്തനം 69:5 വായിച്ചാട്ടെ. സങ്കീർത്തനം 69:5, സാം 69:5. സങ്കീർത്തനം 69:5 വായിച്ചാട്ടെ. ഭജന സംഹിത 69:5. ദൈവമേ, നിന്റെ ഭോഷത്വം അറിയുന്നു, എന്റെ അകൃത്യങ്ങൾ നിനക്ക് മറവായിരിക്കുന്നില്ല. 69:5 ആണോ? 69:5. അതെ, ക്ഷമിക്കണേ. ആ 65 ക്ഷമിക്കണേ, 65 ക്ഷമിക്കണേ, 65:9 ക്ഷമിക്കണം. 65 ഞാൻ എഴുതിയത് തെറ്റിപ്പോയി. 69:5 അല്ല, 65:9. സങ്കീർത്തനം 65:9. ഭജന സംഹിത 65 का 9, 65 का 9, സാം 65:9. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന്റെ നദിയിൽ എന്തുണ്ട്? വെള്ളം നിറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ വെള്ളം എന്ത് ചെയ്തിരിക്കുകയാണ്? നിറഞ്ഞിരിക്കുകയാണ്. ദൈവമക്കളെ, ഇന്ന് ഈ അനുഗ്രഹത്തിന്റെ സുവിശേഷമെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ കരയിലേക്ക് നോക്കി ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ആത്മനദിയുടെ സന്തോഷം കുറഞ്ഞു പോകുകയാണ്. നിങ്ങളെ ആഴത്തിൽ കിടക്കുന്ന ദൈവമക്കളെ എങ്ങനെയെങ്കിലും കരയ്ക്കോട്ട് നടിപ്പിക്കാനാണ് ഈ പ്രസംഗങ്ങളൊക്കെ, അനുഗ്രഹത്തിന്റെ പ്രസംഗങ്ങൾ വരുന്നത്. ആ സമയത്ത് ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത്, പരിശുദ്ധാത്മ നദിയിൽ തന്നെ കിടന്നുകൊണ്ടിരുന്നാൽ ഹല്ലേലൂയ മുൻപോട്ടുള്ള യാത്ര ചെയ്യുവാൻ കഴിയും. ഈ നദിക്കകത്ത് ഒരുപാടുണ്ട് വിലയേറിയ
ഉൽപ്പത്തി പുസ്തകം വായിച്ചു നോക്കിയാൽ അവിടെ വിലയേറിയ പൊന്ന് എല്ലാം ഉണ്ട്. ഈ നദിക്കകത്ത് വിലയേറിയ വിശ്വാസം, എത്ര ആത്മീയമായ കാര്യങ്ങളാണ് ഈ നദിക്കകത്തുള്ളത്. ഈ നദിക്കകത്തുള്ള മുത്തുകൾ എത്ര വിലയേറിയ മുത്തുകളാണുള്ളതെന്നറിയാമോ? ആകയാൽ ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത്, ഈ ഭൗതിക അനുഗ്രഹങ്ങളെക്കുറിച്ച് വല്ലവരും പറയുമ്പോൾ അത് കേട്ട് നിങ്ങൾ കരയ്ക്കോട്ട് വരാതെ ആഴത്തിലേക്ക് പോയാൽ ഹല്ലേലൂയ, ഏറ്റവും മേത്തരമായത് നിങ്ങൾക്ക് ലഭിക്കും. ആ നദിയുടെ അകത്തേക്ക് പോയാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു, ആ നദിയിൽ അവിടെയുള്ളതായ പൊന്നിനെ കുറിച്ച് പറയുന്നു. വായിച്ചാട്ടെ, ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10 മുതൽ അതിന്റെ 9 മുതൽ വായിച്ചാട്ടെ. 9 മുതൽ 14 വരെ വായിച്ചാട്ടെ. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു. തോട്ടം നനപ്പാൻ ഒരു നദി ഏതിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേതിന് പീശോൻ എന്ന് പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേത്തരമാകുന്നു. അവിടെ ഗുൽഗുലും ഗോമേതകവും ഉണ്ട്. 2-ാം നദിക്ക് ഗീഹോൻ എന്ന് പേർ. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. 3-ാം നദിക്ക് ഹിദ്ദക്കേൽ എന്ന് പേർ. അത് അശൂരിന് കിഴക്കോട്ടൊഴുകുന്നു. 4-ാം നദി ഫ്രാത്ത് ആകുന്നു. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടു. അപ്പോൾ ഇവിടെ ഈ നദിയുടെ 4 അതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാൻ സമയമില്ല. കർത്താവ് ഏതെങ്കിലും അവസരം തരുമ്പോൾ ഈ നദിയുടെ 4 ബ്രാഞ്ചിനെ കുറിച്ച് ഒരാഴ്ച മുഴുവനും പ്രസംഗിച്ചാലും തീരത്തില്ല. ആത്മാവിലുള്ള ഇത്ര വലിയ സന്തോഷം, ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന അവിടുത്തെ പൊന്ന് ഏറ്റവും നല്ലതാണെന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ 11-12 വായിച്ചാട്ട്. ഒന്നാമത്തേത് പീശോൻ എന്ന് പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേത്തരമാകുന്നു. ആ ദേശത്തിലെ പൊന്ന് മേത്തരമാകുന്നു. നമ്മുടെ പൊന്ന് ഏതെന്നറിയാമോ? 1 പത്രോസ് 1:7 വായിച്ചാട്ട്. 1 പത്രോസ് 1:7. ഹല്ലേലൂയ. 1 പത്രോസ് 1:7. നമ്മുടെ പൊന്ന് ഏതാണ്? അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന്. അപ്പോൾ നമ്മുടെ പൊന്നെന്ന് പറയുന്നത് പരിശോധിക്കപ്പെട്ട വിശ്വാസം. ഹല്ലേലൂയ. പരിശോധിക്കപ്പെട്ട വിശ്വാസം. ആ പരിശോധിക്കപ്പെട്ട വിശ്വാസം നമ്മൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പരിശുദ്ധാത്മാവിൽ കൂടെ. നിങ്ങൾക്ക് വരുന്നതായ പ്രയാസങ്ങൾ വരുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് രോഗം വരുന്നു, ഭാര്യയ്ക്ക് രോഗമാകുന്നു, ഭർത്താവിന് രോഗമാകുന്നു, അന്നേരം കരഞ്ഞുകൊണ്ട് പോകാനല്ല കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. നദിക്കകത്ത് വസിച്ചാൽ പിന്നെ വേദന തോന്നുകയില്ല, സന്തോഷമാണപ്പോൾ. അതിന് പരിശുദ്ധാത്മാവാകുന്ന നദി എല്ലായ്പ്പോഴും വരും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് എല്ലാവരും കളവായി പറയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുവീൻ? സന്തോഷിച്ചുല്ലസിപ്പീൻ. പ്രിയ ദൈവമക്കളെ, നമ്മൾ നദിക്കകത്താണ് വസിക്കേണ്ടത്. ഹല്ലേലൂയ. ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയുക, ആദിമ വിശുദ്ധന്മാരെല്ലാം നദിക്കകത്താണ് വസിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കരിങ്കുറ്റിക്കൽ IPC സഭയിലെ കരിങ്കുറ്റിക്കൽ ഞങ്ങൾ ആരാധന വന്ന്, ഞാൻ ബാലനാണ്. ശനിയാഴ്ച ദിവസം കാത്തിരിപ്പ് യോഗമാണ്. കാത്തിരിപ്പ് യോഗത്തിന് അപ്പച്ചന്മാരെല്ലാം, എൻ്റെ പിതാവുണ്ട്, എല്ലാവരും എഴുന്നേറ്റ് നൃത്തം ചെയ്യുകയാണ്. രാത്രി 10-11 മണിയായി. നൃത്തമാണ്, അവർക്ക് വഹിക്കാൻ വയ്യാത്ത ശക്തിയായി നൃത്തമാണ്. അത് കഴിഞ്ഞ് ഒരു 11 മണി 12 മണി ആയപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഹോളിന് വെളിച്ചാടിയിട്ട് ചുറ്റും കിടന്ന് ഓട്ടമാണ്. അവിടെ നല്ല ഗ്രൗണ്ടുണ്ട്, കപ്പയൊക്കെ ഇട്ടിരുന്നത്, കപ്പയൊക്കെ പറിച്ച കാലമായിരുന്നത് കൊണ്ട് ചുറ്റും കിടന്ന് ഓട്ടമാണ്. ഒരു 2 മണി വരെ അവരെല്ലാം അന്യഭാഷ പറയുകയാണ്, ഓട്ടമേ ഓട്ടം. അത് കഴിഞ്ഞ് അന്ന് വെളുപ്പിന് ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ചെങ്ങറമുക്കിന് പോയി. ചെങ്ങറമുക്കിന് പരസ്യയോഗം, അന്നൊക്കെ എല്ലാ ഞായറാഴ്ചയും പരസ്യയോഗം കാണും ദൈവമക്കൾ. അവിടെ ചെന്നപ്പോൾ മുനുഷി സാറെല്ലാം CSIക്കാരാണ്. ഇവരിൽ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ തമ്പേറൊക്കെ കൊണ്ടുപോയി. ഞാനാണ് തമ്പേർ അടിക്കുന്നത്, മറ്റേ കർത്താവിൻ്റെ ദാസന്മാരാണ്. തമ്പേർ പഠിച്ച് തല്ലി പൊട്ടിച്ചു.
കുടകളുണ്ടായിരുന്നെല്ലാം ഓടിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ പിതാവിനെ, അവിടുത്തെ പാസ്റ്ററെയും മറ്റുള്ളവരെല്ലാം ഇങ്ങനെ പിടിച്ചങ്ങ് ഇടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്ന എൻ്റെ പിതാവ് മറ്റുള്ളവർ ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞ് നിർത്തമാണ്. ഇടിക്കുന്നവർ ഇടിച്ച് ക്ഷീണിച്ചു. ഹല്ലേലൂയ. ഇന്ന് ആ മുൻഷി സാറിൻ്റെ മക്കളും പെന്തക്കോസുകാരാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവർ ഇത്രയും ഇത്രയും ഇടിച്ചടക്കെ അവരോട് ഒരക്ഷരവും പറയാതെ ഒടുവിൽ മുഖമൊക്കെ വീർത്തിരിപ്പുണ്ട്. എന്നിട്ട് അവർക്ക് വീണ്ടും കൈ കൊടുത്തേച്ചാ പോകുന്നത്. ഇത്രയും ഇടിച്ചിട്ടും അവരോട് എന്ത് പറയുന്നില്ല? ഒരു വൈരാഗ്യം, ഒരു പോലീസും ഇല്ല, ഒന്നുമില്ല. ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഇത്രയും അടിയുണ്ടായി, കൊടയെല്ലാം ചവിട്ടി ഒടിച്ചിട്ടോ സാരമില്ല നിങ്ങളുടെ കോലം ഇത്രയൊക്കെ പറഞ്ഞനൊക്കെ അവർ പറയും. ഇത്രയും അടിച്ചടക്കി അവർ ഒരു വാക്കുപോലും എതിർത്ത് പറഞ്ഞില്ല. ഹല്ലേലൂയ. സ്തോത്രം. ആ ആത്മാവിൻ്റെ നദിയുടെ അനുഭവം. ഞാനതുപോലെ ഉദംപൂർ, തൃശ്ശൂരിൽ, ബാംഗ്ലൂർ അൽസൂറിൽ പ്രസംഗിക്കാൻ പോയി. ഞാൻ മിലിറ്ററിയിൽ മിലിറ്ററിയിൽ ഇരിക്കുമ്പോൾ സമയമാണ്. അപ്പോൾ സദനേഷ്യ ബൈബിൾ കോളേജിൽ നിന്ന് 7 പേര് വന്നിട്ടുണ്ട്. അവർ ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണ്. ഞാൻ പറഞ്ഞു, പരസ്യം മുസ്ലിങ്ങളുള്ള ഏരിയയിലാണ് ഇന്ന് പരസ്യവും പ്രസംഗിക്കുക. ഞാൻ പറഞ്ഞു ഇവിടെ അടിയുണ്ടാവും. ഉടനെ പറഞ്ഞു ഞങ്ങൾ ഒരു വിധത്തിലും നിങ്ങളെ വിട്ടേച്ച് പോകത്തില്ല, നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ല വണ്ണമുള്ള ഒരാൾ വന്ന്, ഞാൻ ടൈ ഒക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു, എൻ്റെ ടൈക്ക് പിടിച്ചിട്ട് ചെവിക്കുറ്റിക്ക് 2 അടിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ വരുന്ന വേദവസ്തം ഉണ്ടായിരുന്നു, അത് തൊഴിച്ചു. ആ തൊഴിച്ചപ്പോൾ വേദവസ്തം തെറിച്ച് റോഡിലോട്ട് പോയി. ഞാൻ ഇടത്തോട്ട് പലതും നോക്കി, ആരെങ്കിലും സഹോദരന്മാർ പോയിട്ട് ആ വേദവസ്തം എടുക്കുമെന്ന്. 7 സഹോദരന്മാർ ഒരുത്തർ പോലും എല്ലാവരും ഓടിപ്പോയി. അത് പുള്ളിക്കാൻ എന്നെ കുനിച്ച് നിർത്തി കഴുത്തിന് ഒത്തിരി വെട്ടുന്നത് പോലെ ഇത് ചെയ്തു. വെട്ടി ഇട്ടിക്കുക ഇതെല്ലാം ചെയ്തിട്ട് പുള്ളിക്കാരൻ പോയി തളർന്നങ്ങ് അരുത്തിരുന്നു. ഞാൻ നോക്കുമ്പം അവിടുന്ന് ഒരു 10-400 അടി ദൂരെ ഈ പൂച്ച പോയ ശേഷം എലി വന്ന് നോക്കുന്നത് പോലെ ഈ സഹോദരന്മാരെ എത്തി നോക്കുക. ഞാൻ പിന്നെ അവരെ ഇങ്ങനെ വിളിച്ചു. അവർ ഞങ്ങൾ പേടിച്ചു പോയി, ഞങ്ങൾ വിറച്ചു പോയെന്ന് പറഞ്ഞു. ഞാനെന്താ വിറയ്ക്കാതിരുന്നത്? ആത്മനദിയിലായതുകൊണ്ട്. അല്ലെങ്കിൽ ഞാനും വിറച്ചു പോയേനെ. ഹല്ലേലൂയ. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഞങ്ങൾ എത്ര പട്ടിണി കിടന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്. ചോദിച്ചാൽ മക്കളും വിശന്ന് മരിക്കാറ നിലയിലായിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷവും ഇപ്പോൾ 1-2 മാസം, ഒരു 4-5 മാസം മുൻപ് ഞങ്ങൾ ജമ്മുവിൽ ഗുരുദാസ്പൂരിലായിരുന്നപ്പോൾ 1 മാസം 20 ദിവസം ഒന്നുമില്ല ആഹാരം. അല്പം അരി, 1 കിലോ 1 കിലോ അരിയൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ദിവസവും അത് വലിയ പാത്രത്തിനിട്ട് തിളപ്പിച്ച് വെള്ളം, ഈ വടക്കേന്ത്യക്കാർക്ക് ഈ കഞ്ഞി കുടിച്ച് പരിചയമില്ല, കഞ്ഞിവെള്ളം കുടിച്ചു. അവർക്ക് ഓരോരോ ഗ്ലാസ് കഞ്ഞിവെള്ളം കൊടുത്തു, അല്ലാതെ വേറൊന്നുമില്ല. എന്നിട്ട് എത്ര സന്തോഷമാണ്. 1 മാസം 20 ദിവസം, 1-2 ദിവസമല്ല. ഈ 3-4 മാസം മുമ്പിലത്തെ കാര്യമാണ് പറഞ്ഞത്. എന്നിട്ട് എത്ര സന്തോഷം. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു പാസ്റ്ററുടെ മകളുടെ കല്യാണമായിരുന്നു. ഞാൻ കല്യാണം. അപ്പം ഞങ്ങൾ പറഞ്ഞു അവർക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് നല്ല ആഹാരം കൊടുക്കാം, ഒരു സദ്യ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചു. അവരെ ക്ഷണിച്ചപ്പോൾ അവരെല്ലാം കൂടെ വിശ്വാസികളെല്ലാം കൂടെ 100-110 പേരുണ്ട്. നോക്കിയപ്പം 1 കിലോ അരിയേ ഉള്ളൂ. 1 കിലോയും തികച്ചില്ല. ഇപ്പം എന്തോ വേറൊന്നും ഞങ്ങളൊന്നും കടം വാങ്ങിയാറില്ല, എങ്ങും ഒരിക്കലും കടം വാങ്ങിക്കില്ല. കർത്താവ് തരുന്നത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. ഞാനും ഭാര്യയും കൂടെ താമസിച്ചു. ഇന്ന് വരെയും 1 നയാ പൈസയ്ക്ക് ഒരു സാധനം പോലും കടം വാങ്ങി ഭക്ഷിച്ചിട്ടില്ല. അതല്ല 75 മുതൽ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി കർത്താവ് തരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, സദ്യക്ക് 110 പേര് വന്നിട്ടുണ്ട്, എന്താ 1 കിലോ അരിയുണ്ട്, അതും കൂടെ വലിയ പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ചു തിളപ്പിച്ചു, അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടു, എല്ലാവർക്കും ഓരോ ഗ്ലാസ് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട്, ഇതാണ് സദ്യയുടെ ചോറ്, വിരുന്നുചോറ് കൊടുക്കുക. ഹല്ലേലൂയ. വളരെ ആത്മാവിൽ സന്തോഷിച്ചു പോകാനിടയായി. അന്നേരം ഒരു കംപ്ലൈൻറ്റും ഇല്ലായിരുന്നു. എന്താണ്? ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയാണ്, നിന്ന വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, അടികൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ ആത്മനദിയിലായിരിക്കാമോ സന്തോഷത്താൽ നിറഞ്ഞു പോകാനിടയാകും. അതിനാണ് ഈ നദി നമ്മൾക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ നദി എന്ത് ചെയ്യുന്നു? ദൈവനഗരത്തെ എന്ത് ചെയ്യുന്നു? സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നദിയിൽ ഒരു വെള്ളക്കുറവുമില്ല. അതുകൊണ്ട് മുട്ടോളമുള്ളവർ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ മുൻപോട്ട് പോയിക്കാൻ. നിങ്ങൾ ഇതുവരെ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ പറയുന്നില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ താടി വരെ ആയിരിക്കും വെള്ളം വന്നിരിക്കുന്നത്. പ്രിയ സഹോദരൻ, ഒരു സ്റ്റെപ്പൂടെ മുൻപോട്ട് ഇറങ്ങുന്നത് ഇന്ന് തന്നെ അന്യഭാഷ പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. ഈ വെള്ളത്തിൽ തലമീതെ വരെ വെള്ളം പോയി കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് കിടന്ന് എത്ര നേരം പിടിച്ചെടുക്കാൻ നോക്കും?
ഞങ്ങളുടെ അവിടെ ഒരു ഗേർഗൻ, എലൈജ ഗേർഗൻ എന്ന് പറഞ്ഞൊരു ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ബുദ്ധിസ്റ്റ് മതത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന് അവരുടെ കുടുംബത്തിൽ വന്ന് അദ്ദേഹം ഉദംപൂരിലെ പ്രൊഫസറായിരുന്നു, ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്ത് വന്നാലും ഞാൻ അന്യഭാഷ പറയില്ല, എനിക്ക് ആത്മാവ് വേണം. ഞാൻ പറയും, സഹോദരാ ശരി. ഒരു ദിവസം കർത്താവ് തന്നെ ആത്മാവിനെ വെച്ചു 3 ദിവസം അന്യഭാഷയല്ലാതെ ഒന്നും വായിൽ നിന്ന് വരത്തില്ല. 3 ദിവസം കോളേജിൽ പോകണം, വെള്ളം വേണമെന്ന് അന്യഭാഷ. 3 ദിവസം പിന്നെ എഴുതി കാണിച്ച് എന്നെ വിളിക്കാൻ. ഞാൻ അവരുടെ കൂടെ താമസിക്കില്ല, ഞാൻ വന്നു എഴുതി കഴിച്ച് എന്നെ വിളിക്കാനായിട്ട്. പറഞ്ഞാലും മലയാളം ഒന്നും വരത്തില്ല, ഇംഗ്ലീഷും വരത്തില്ല, അന്യഭാഷയെ വരത്തുള്ളൂ. PhD എടുത്ത പുള്ളിക്കാരനാ, നല്ല കഴിവുള്ളവനാ, കോളേജിലെ ലെക്ചററാണ്. ഒടുവിൽ എഴുതി കഴിഞ്ഞ് ഞാൻ വന്ന്, കർത്താവേ ഈ സഹോദരനും സ്വന്തം ഭാഷ പറയാനൊരു കൃപ കൊടുക്കണേ എന്ന് പറഞ്ഞു. പിന്നാണ് ഇംഗ്ലീഷും ഉറുദുവും ഭാഷയും വരാൻ തുടങ്ങി. 3 ദിവസം തുടരെ അന്യഭാഷ. എന്തോ പറഞ്ഞത്? ഞാൻ അന്യഭാഷ പറയുകയില്ല. അങ്ങനെയുള്ളവരെ ദൈവം കുറച്ചു നേരം വെള്ളത്തിനകത്ത് മുക്കി ഇട്ടാൽ പിന്നെ അന്യഭാഷ അല്ലാതെ വേറെ ഒന്നും വരത്തില്ല. ഹല്ലേലൂയ. ഇത് പറഞ്ഞല്ല, അന്യഭാഷയിൽ സംസാരിക്കുന്ന ആരോട് സംസാരിക്കുന്നു? ദൈവത്തോടെ സംസാരിക്കും. ആ വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. 1 Corinthians 14 2 വാക്യം വായിച്ചാൽ. 1 Corinthians 14:2. 1 Corinthians 14:2. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്ന ദൈവത്തോട് സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ല. അതിന്റെ 4 വാക്യം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന. അതിലെ 13-14 വായിച്ചാൽ. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവർ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ. 13-14 14 13-14 വായിക്കുന്നത്. അതെ അതെ, ഞാൻ പറയട്ടെ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ അതിന്റെ 14 വാക്യം വായിച്ചാൽ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. ഇനി റോമർ 8:26-27 കൂടെ വായിച്ചാൽ. റോമർ 8:26-27. റോമൻസ് 8:26-27. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ കഷ്ടം കൂടുന്നു, പ്രയാസം കൂടുന്നു, വേദന കൂടുന്നു. മുറിയിൽ കയറിയിരുന്നു സ്തോത്രം 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 നേരം കുറച്ചു നേരം സ്തോത്രം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ആത്മാവിൽ നിന്ന് അന്യഭാഷയിൽ സംസാരിക്കും. ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ മുറിയിൽ കയറി സ്തോത്രം 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 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ആത്മാവിൽ നിന്ന് അന്യഭാഷ സംസാരിക്കും. കുറച്ചു നേരം അന്യഭാഷയിൽ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരം എവിടെ പോയി എന്നറിയത്തില്ല. ഹല്ലേലൂയ. ഹൃദയത്തിലുണ്ടായിരുന്ന ഭാരം എവിടെ പോയി? ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, അനുഭവത്തോടുകൂടെ പറയുക, ഭയം എവിടെ പോയി എന്നറിഞ്ഞുകൂടാ. ഒരു പ്രാവശ്യം എനിക്കെതിരായിട്ട് അവരെല്ലാം ജമ്മുവിലും ഭിത്തിയിൽ എഴുതി വെച്ചു. എൻ്റെ ഒരു പടമൊക്കെ വരച്ചിട്ടൊക്കെ തോളിൽ ഇതെല്ലാം ആക്കി വലിയ ആൾക്കൂട്ടമായി എന്നെ നഗ്നനാക്കി നടത്തി വെട്ടിക്കീറാനുള്ള പ്ലാനായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞു പാകിസ്ഥാൻ്റെ സ്പൈ ആണ്, അതുപോലെ അമേരിക്കയുടെ ഏജന്റാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്യുന്നു, മുസ്ലിങ്ങളെ കൺവേർട്ട് ചെയ്യുന്നു, ഓടിപ്പോണമെന്ന് പറഞ്ഞു എല്ലാവരും അവിടെ നിന്ന്. ഞാൻ പറഞ്ഞില്ല, വലിയ ആൾക്കൂട്ടം വരികയാണ്. ഞാൻ കർത്താവിന് സന്നിധി പ്രാർത്ഥിച്ചു. കർത്താവ് വലിയ ബലത്താൽ നിറച്ചു. കർത്താവ് പറഞ്ഞു അവരുടെ ഇടയ്ക്ക് പോയി അവരെ അറസ്റ്റ് ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ 10 വലിയ ആൾക്കൂട്ടമാണ്. ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് വരരുത് പറഞ്ഞു. പിന്നെ അവർക്ക് 1.5 കിലോമീറ്റർ വരണം. അതിനുശേഷം അതിൻ്റെ ലീഡറായിരുന്ന ഒരാൾ മുൻപോട്ട് വന്നു, ഒരു മോട്ടോർ സൈക്കിൾ വന്നു, ഒരു പോസ്റ്റയിൽ ഇടിച്ചു താഴെ വീണു. ഡോക്ടറായിരുന്നു, ഡോക്ടർ ഗുപ്ത. പുള്ളിക്കാൻ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ വലിയ ഡോക്ടറാണ്. താഴെ വീണപ്പോഴത്തെ തലയങ്ങ് പൊട്ടി. 2 പട്ടി അവിടെ നിന്ന് പട്ടി തലച്ചോറ് മുഴുവൻ അങ്ങ് തിന്നു. പുള്ളിക്കാൻ അവിടെ തന്നെ മരിച്ചുപോയി. അത് കണ്ടപ്പോഴത്തേക്ക് ആളുകൾക്കെല്ലാം വലിയ ഭയമായി. പിന്നെ അവർ ഓടിപ്പോകാനിടയായി. അപ്പോൾ എനിക്ക് ഇത്രയും ആളുകൾ എതിരായപ്പോഴും ബലം തന്നെ എന്താണ്? ആത്മാവിൽ കുറച്ചു നേരം ആരാധിച്ചു.
അതുകൊണ്ട് നിങ്ങളുടെ രോഗം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, ഭർത്താവ് എതിരായി പറയുമ്പോൾ, ഭാര്യ എതിരായി പറയുമ്പോൾ, അയൽവക്കത്തുകാരെതിരായി പറയുമ്പോൾ ആത്മനദിയിലേക്ക് കയറുക. കുറച്ചു നേരം മുറി അടച്ചിരുന്ന് സ്തോത്രം 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 പറഞ്ഞ് ആത്മാവിൽ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾക്കറിയാൻ നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരം എവിടെ പോയി സന്തോഷത്താൽ നിറയും. അതുകൊണ്ട് എപ്പോഴും സന്തോഷിപ്പാൻ. അതുകൊണ്ട് വിടുതലല്ല വേണ്ടിയത്, ആത്മനദി. ഹല്ലേലൂയ. വിടുതലല്ല വേണ്ടിയത്. എന്താണ് വേണ്ടിയത്? ആത്മനദിയിലെ സന്തോഷം. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ സന്തോഷിക്കാം. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമായി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമായി കൊണ്ടു നിറയ്ക്കണമേ.